സിനിമയുടെ കലാമൂല്യം ഉയർത്തുകയും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത മഹാനായ ചലച്ചിത്രകാരനായിരുന്നു രാമു കാര്യാട്ട്. തുടക്കത്തിൽ സിനിമയെന്ന് പറഞ്ഞാൽ അത് പാട്ടും നൃത്തവും അവിശ്വസനീയതയും അതിഭാവുകത്വവും നിറഞ്ഞ ഒരുതരം ബാലയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് നീലക്കുയിലിലൂടെ പി ഭാസ്കരനൊപ്പം യഥാർത്ഥ ചലച്ചിത്ര സംസ്കാരം രാമു കാര്യാട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. അതോടെ സിനിമ ഒരു കലാരൂപമാണെന്ന ധാരണ കൂടി മലയാളികളിൽ വേരൂന്നി. ഇന്ന് രാമു കാര്യാട്ടിന്റെ ജന്മദിനമാണ്. നല്ല സിനിമയെപ്പറ്റി വായിച്ചും കേട്ടും കണ്ടുമുണ്ടായ പുതിയ ചിന്തകളും സൌഹൃദങ്ങൾ സമ്മാനിച്ച സംസ്കാരവുമായിരുന്നു രാമുവിനെ നല്ല സിനിമയുടെ സൃഷ്ടി എന്ന മഹനീയ കർമ്മത്തിൽ എത്തിച്ചത്. സ്റ്റുഡിയോയ്ക്കുള്ളിൽ സജ്ജീകരിക്കുന്ന പടുകൂറ്റൻ സെറ്റുകളിലായിരുന്നു മലയാള സിനിമയും പഴയകാലത്ത് ചിത്രീകരിച്ചിരുന്നത്. തമിഴ് സിനിമകൾക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന സെറ്റുകൾ ചെലവ് ചുരുക്കാൻ വേണ്ടി മലയാള നിർമ്മാതാക്കളും ഉപയോഗിക്കുകയായിരുന്നു പതിവ്. ഈ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി മലയാള സിനിമാ ചിത്രീകരണത്തെ വാതിൽപ്പുറം ചിത്രീകരണത്തിലേക്ക് കൊണ്ടുവന്നതും രാമു കാര്യാട്ടാണ്. അങ്ങനെ സിനിമയിലെ സങ്കല്പ കഥാപാത്രങ്ങൾ കഥയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരായി മാറി. ഇന്നൊരു പക്ഷേ നമുക്കിത് വളരെ നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ രാമു കാര്യാട്ട് സിനിമയിൽ വന്ന കാലത്ത് ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിപ്ലവം തന്നെയായിരുന്നു. മലയാളിയുടെ ഇന്നും ഏറ്റവും പ്രിയങ്കരമായ സിനിമ ചെമ്മീൻ സൃഷ്ടിച്ചത് രാമു കാര്യാട്ടാണല്ലോ. 1927 ഫെബ്രുവരി 1 തൃശൂരിലെ ഏങ്ങണ്ടിയൂരിലാണ് രാമുവിന്റെ ജനനം. 1953 പുറത്തിറങ്ങിയ തിരമാല എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തെത്തുന്നത്. വിമൽകുമാറിന്റെയും PRS പിള്ളയുടെയും സഹായിയായിട്ടായിരുന്നു അത്. പി ഭാസ്കരനുമായുണ്ടായ അടുപ്പമാണ് രാമുവിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 1954 ഭാസ്കരനും രാമുവും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ അതുവരെയുള്ള അതിനാടകീയതകൾക്ക് അവധി നൽകി. ശക്തമായ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിച്ച നീലക്കുയിൽ പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടുകയും ചെയ്തു. 1957 മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലൂടെ രാമു സ്വതന്ത്ര സംവിധായകനായി. മുടിയനായ പുത്രൻ, മൂടുപടം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് തകഴിയുടെ നോവലിനെ ആസ്പദമാക്കി 1965 ചെമ്മീൻ സംവിധാനം ചെയ്യുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്ന് എന്നതിലുപരി ആദ്യമായി ദേശീയ തലത്തിൽ തന്നെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമ എന്ന നിലയിലും ചെമ്മീൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. ചലച്ചിത്ര ഭാഷയിലും ആവിഷ്കരണത്തിലും ചെമ്മീൻ ഇന്നും നമുക്ക് പുതിയൊരു അനുഭവമായി നിൽക്കുന്നു. ചിത്രസന്നിവേശത്തിൽ സമർത്ഥനായ ഋഷികേശ് മുഖർജി, ഗായകനായ മന്നാഡെ, സംഗീത സംവിധായകൻ സലിൽ ചൌധരി എന്നിവരെ മലയാളത്തിൽ അവതരിപ്പിച്ചതും ചെമ്മീനിലാണ്. 7 രാത്രികൾ, അഭയം, മായ, നെല്ല്, ദ്വീപ്, അമ്മുവിന്റെ ആട്ടിൻകുട്ടി, മലങ്കാറ്റ്, കരിമ്പ് എന്നിവയാണ് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങൾ. 1954 നീലക്കുയിലിന് മികച്ച പ്രാദേശിക ചിത്രത്തിനും 66 ചെമ്മീനിന് മികച്ച ചിത്രത്തിനുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡലും ലഭിച്ചു. 1978 അമ്മുവിന്റെ ആട്ടിൻകുട്ടിക്ക് മികച്ച ബാലചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെ ഉറൂബിനെയും, മുടിയനായ പുത്രനിലൂടെ തോപ്പിൽ ഭാസിയെയും, നെല്ലിലൂടെ P വത്സലയെയും, അഭയത്തിലൂടെ പെരുമ്പടവം ശ്രീധരനെയും ചലച്ചിത്ര രംഗത്തേക്ക് ആനയിച്ചതും രാമു കാര്യാട്ടാണ്. 1979 ഫെബ്രുവരി 10 52ാമത്തെ വയസ്സിൽ രാമു